സർ, ഞാൻ ആരെയും അവമാനിച്ചില്ല. അപമാനിക്കാൻ ശ്രമിച്ചത് നിങ്ങളാണ്. ഒരു മന്ത്രി മറുപടി പറയുമ്പോൾ മറ്റൊരു മന്ത്രി എഴുന്നേറ്റിട്ട് ഈ പറയുന്ന മന്ത്രിക്ക് കഴിവില്ല എന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നതാണ് അങ്ങേയറ്റത്തെ അപരാധം. അതാണ് ഇവിടെ ഉണ്ടായത്. അത് പാടുണ്ടോ എന്നുള്ളതാണ് പ്രശ്നം. അത് പാടുണ്ടോ? അതാണ് പ്രശ്നം. അങ്ങനെ മത്സ്യത്തൊഴിലാളികളെ ചേർത്ത് പിടിക്കുന്ന നടപടികളുമായിട്ടാണ് സർക്കാർ പറയാനുള്ള അവസരം ബഹുമാനപ്പെട്ട മിനിസ്റ്റർ, അങ്ങനെ നമുക്കൊരു കീഴ്വഴക്കമുണ്ടോ? അങ്ങ് വളരെ സീനിയർ ആയിട്ടുള്ള ആളല്ലേ, ചോദിച്ചോളൂ. വഴങ്ങിയത് കൊണ്ട് ഞാൻ വളരെ വാചാലമായി അല്ലെങ്കിൽ അന്നത്തെ ഗവൺമെന്റ് മത്സ്യത്തൊഴിലാളികളെ ചേർത്ത് പിടിക്കുന്നു എന്ന് പറഞ്ഞപ്പോ ഒരു കാര്യം സഭയുടെ ശ്രദ്ധയിൽപ്പെടുത്തണമെന്നുണ്ട്. 2700 4500 ആക്കി വർദ്ധിപ്പിച്ചെന്ന് പറഞ്ഞപ്പോൾ കേരള ചരിത്രത്തിൽ മത്സ്യത്തൊഴിലാളികൾ കിട്ടിക്കൊണ്ടിരുന്ന ആനുകൂല്യങ്ങൾ ഉമ്മൻചാണ്ടി ഗവൺമെന്റ് 1350 രൂപ ഇത് തണൽ പദ്ധതിയുടെ ഭാഗമായി കൊടുത്തത് നിർത്തലാക്കിയ ഒരു ഗവൺമെന്റ് ആണ് അത് എന്ന് ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടോ? കാരണം ഒരു ഘട്ടത്തില് ബഹുമാനായ മന്ത്രി മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മറ്റൊരു ബഹുമാനായ മന്ത്രി ഇടപെടുകയും അങ്ങ് പതിവിൽ നിന്ന് വിപരീതമായി അത് അനുവദിക്കുകയും അങ്ങനെ അദ്ദേഹം ബഹുമാനായ ഫിഷറീസ് മന്ത്രിക്ക് എന്തോ ഇക്കാര്യത്തിൽ മറുപടി പറയാൻ അല്പം കഴിവുകേടുണ്ട് എന്ന് തോന്നിക്കത്തക്ക രീതിയിലുള്ള ഒരിടപെടൽ അങ്ങ് ദയവായിട്ട് അങ്ങ് അത് പറഞ്ഞിട്ടുണ്ടായി. അങ്ങ് വളരെ പ്രധാനപ്പെട്ട ആളാണ്. അത് പാടില്ലാലോ. മറ്റൊരു മന്ത്രിക്ക് കഴിവുകേടുണ്ട് എന്ന് അങ്ങേപ്പോലൊരാള് പാടില്ലാത്തൊരു കാര്യം നടന്നാൽ അത് വിട്ടുകളാം. അദ്ദേഹത്തിന് മനസ്സിലായി. ബഹുമാന്യനായ ഫിഷറീസ് മന്ത്രിക്ക് കഴിവുകേടുണ്ട് എന്ന് കാണിക്കത്തക്ക രീതിയിൽ ഇടപെട്ടു എന്നാണ് ഞാൻ പറഞ്ഞത്. അത് ശരിയല്ലാലോ. അങ്ങേക്ക് പ്രൊസീഡ് ചെയ്യാം. അങ്ങനെ ഇടപെടാൻ പാടില്ല. അങ്ങ് പ്രൊസീഡ് ചെയ്തോളൂ. അങ്ങനെ ദയവായിട്ട് പ്ലീസ് സഭ ഓർഡറിലാക്കൂ. പ്ലീസ് ഇരിക്കൂ. നിങ്ങൾ ഇരിക്കൂ. അദ്ദേഹം ഹീസ് ഓൺ ഹിസ് ലെഗ്. പ്രതിപക്ഷ നേതാവ് സംസാരിച്ചോണ്ടിരിക്കുക. അതിനെ നിങ്ങൾ ഒബ്ജക്ട് ചെയ്യണോ? അവിടെ ഇരിക്കൂ, അദ്ദേഹം സംസാരിക്കട്ടെ. ദയവായിട്ട് പ്ലീസ് റെസ്യൂം യുവർ സീറ്റ്. അടിയന്തര പ്രമേയത്തിന് പ്ലീസ് ഞാനത് എന്റെ ഒപ്പീനിയൻ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അദ്ദേഹം എന്ത് റിയാക്ട് ചെയ്യുന്നു എന്നുള്ളത് അദ്ദേഹത്തിന് വിട്ടുകയാണ്. അദ്ദേഹം പറയട്ടെ. അതിനുള്ള സാവകാശം നിങ്ങൾ കൊടുക്കൂ. ഞാൻ എന്റെ അഭിപ്രായത്തെ കുറിച്ച് സ്പോണ്ടേനിയസ് ആയിട്ട് ഞാൻ ഒരു അഭിപ്രായം പറഞ്ഞു. അദ്ദേഹത്തിന്റെ നടപടി എന്ത് എന്നുള്ളത് അദ്ദേഹം പറയും. അതുകൊണ്ട് ദയവായി നിങ്ങൾ ഇരിക്കൂ. സർ, ഞാൻ ആരെയും അവമാനിച്ചില്ല. അപമാനിക്കാൻ ശ്രമിച്ചത് നിങ്ങളാണ്. ഒരു മന്ത്രി മറുപടി പറയുമ്പോൾ മറ്റൊരു മന്ത്രി എഴുന്നേറ്റിട്ട് ഈ പറയുന്ന മന്ത്രിക്ക് കഴിവില്ല എന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നതാണ് അങ്ങേയറ്റത്തെ അപരാധം. അതാണ് ഇവിടെ ഉണ്ടായത്. അത് പാടുണ്ടോ എന്നുള്ളതാണ് പ്രശ്നം. അത് പാടുണ്ടോ? അതാണ് പ്രശ്നം. സർ, ഇവിടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തെറ്റിദ്ധരിപ്പിക്കാനാണ് ശ്രമിച്ചത്. ആദ്യം കാണേണ്ടത് കഴിഞ്ഞ ഗവൺമെന്റ് കാലത്ത് പാർലമെന്ററി കാര്യമന്ത്രിയോ നിയമമന്ത്രിയോ ഇടപെട്ട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ആരാണോ സംസാരിക്കുന്നത് ആ സംസാരിക്കുന്നയാളുടെ സംസാരം അവസാനിച്ചതിന് ശേഷമാണ്. അതല്ല ഇവിടെ ഉണ്ടായത്. ഞാൻ ഫിഷറീസ് മന്ത്രിക്ക് കഴിവില്ല എന്ന് പറഞ്ഞിട്ടില്ല. അദ്ദേഹം നല്ല കഴിവുറ്റ ഒരാളാണെന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. പക്ഷെ അദ്ദേഹം ഒരു പുതിയ മന്ത്രിയാണ് എന്നുള്ളത് കൊണ്ട് നേരത്തെ മന്ത്രിയായി ഇരുന്ന ഒരാൾ ഇപ്പൊ പുതുതായിട്ട് വന്നയാൾക്ക് കഴിവില്ല എന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുമാറുള്ള ഒരു ഇടപെടൽ വന്നു. അതാണ് ഞാൻ പറഞ്ഞത്. അതിന്റെ അർത്ഥം ഫിഷറീസ് മന്ത്രിക്ക് കഴിവില്ല എന്നല്ല. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല. അങ്ങനെ ഒരു അഭിപ്രായവും എനിക്കില്ല. അതാണ് എനിക്കതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്.